നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പവിത്രതകളേറെ നിറഞ്ഞ വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം. ഈ റബീഉൽ അവ്വൽ മാസത്തിൽ മഗ്രിബിന് ശേഷം നമ്മൾ ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. പലരും വിട്ടുപോകുന്നു. റബീഉൽ അവ്വൽ മാസം അല്ലാത്തപ്പോൾ ചെയ്യും, പക്ഷെ റബീഉൽ അവ്വൽ മാസമാകുമ്പോൾ ചെയ്യില്ല, അത് വിട്ടുപോകും, മറന്നുപോകും. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്, അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. റബീഉൽ അവ്വൽ മാസത്തിൻ്റെ പ്രത്യേകിച്ച് ആദ്യത്തെ ദിവസങ്ങളിൽ മഗ്രിബിന് ശേഷം എന്തായാലും ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ റബീഉൽ അവ്വൽ മാസത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതും റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ടതുമായ മൊത്തം 10 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ഈ ക്ലാസ് കാണണേ. കാരണം റബീഉൽ അവ്വൽ മാസത്തിൽ ഒരുപാട് നമ്മൾ മൗലിദ് ഓതുന്നു, സ്വലാത്ത് ഓതുന്നു. പലപ്പോഴും അതിൻ്റെ പ്രതിഫലം നമുക്ക് പൂർണ്ണമായും കിട്ടാതെ പോകാനുള്ള കാരണം ഈ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ശ്രദ്ധിച്ചാൽ ഒരുപാട് നേട്ടമുള്ള, ഒരുപാട് നമുക്ക് പ്രതിഫലം കിട്ടുന്ന, ഒരുപാട് മഹത്വമുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് യാ അക്രമ എന്ന് തുടങ്ങുന്ന മുത്ത് റസൂലിൻ്റെ ഒരു മദ്ഹ് ഗാനമുണ്ട്, ഒരു മദ്ഹ് ബൈത്തുണ്ട്. ആ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ പറ്റിയുള്ള ആ മദ്ഹ് ബൈത്ത് ഒരല്പം ബറക്കത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ, ഖബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ശരീരത്തിന് ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാൻ അല്ലാഹു തആല നമുക്ക് നിലനിർത്തി തരട്ടെ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാൻ, മുത്തുനബിയെ കൂടുതലായി സ്നേഹിക്കാൻ, അവിടുത്തെ ആ സുന്നത്തുകൾ അനുധാവനം ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പവിത്രമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ 2ാമത്തെ ദിനത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. നമുക്ക് ഈ പ്രാവശ്യത്തെ നബിദിനം എപ്പോഴാണ് വരുന്നത്? പലർക്കും ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. 2025 നബിദിനം വരുന്നത് സെപ്റ്റംബർ മാസം 5-ാം തീയതി വെള്ളിയാഴ്ചയായിരിക്കും. അപ്പോൾ വെള്ളിയാഴ്ച ജുമുഅ മുബാറക്കാണ്, മീലാദ് മുബാറക്കാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു തആല നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള മഹാസൗഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പവിത്രമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം. ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു 10 കാര്യങ്ങൾ, റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെയുള്ള ദിവസമല്ല. ഇപ്പോൾ പലരും ചോദിച്ചു, ഉസ്താദേ റബീഉൽ അവ്വൽ 10-നല്ലേ ഈ നബിദിനം? ഈ റബീഉൽ അവ്വൽ 10 എന്ന് പറയാനുള്ള കാരണം ഈ മുഹറം 9, 10 ആ ഒരു ഓർമ്മയിലാണ് പലരും വിചാരിച്ചിട്ടുള്ളത്. പലരും മുഹറം 9, 10 അത് റബീഉൽ അവ്വലിലേക്ക് കണക്ട് ചെയ്തിട്ട് റബീഉൽ അവ്വൽ 10-നാണോ നബിദിനം? പലർക്കും നബിദിനം എന്താണെന്നറിയില്ല. നബിദിനം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസത്തിനാണ് നബിദിനം എന്ന് പറയുക. അപ്പോൾ നബിദിനം എന്നാണ് റബീഉൽ അവ്വൽ മാസം 12-ാമത്തെ ദിവസമാണ്. അതായത് ക്രിസ്താബ്ദം 571 ഏപ്രിൽ 21 തിങ്കളാഴ്ച സുബഹിയോടടുത്ത സമയത്താണ് നമ്മുടെയൊക്കെ നേതാവ്, നമ്മുടെയൊക്കെ മാർഗദർശി, നമ്മുടെയൊക്കെ റസൂലായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് ജനിച്ചു വീണത്. അപ്പോൾ മുത്ത് റസൂൽ ജനിച്ചത് എപ്പോഴാണ്? റബീഉൽ അവ്വൽ 12-ആണ്. റബീഉൽ അവ്വൽ 10 അല്ല, 12-ആണ്. ഇപ്പോൾ ഇന്ന് മുതൽ നമ്മൾ എണ്ണിയാൽ ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ 12, ആ 12-ാമത്തെ ദിവസം വരെ മാത്രമല്ല, ഇനി ഈ റബീഉൽ അവ്വൽ 30 വരെ, 30 ഉണ്ടെങ്കിൽ 30, 29 ആണെങ്കിൽ 29 വരെ നമ്മൾ ചില കാര്യങ്ങൾ ഈ മാസത്തിൽ ചെയ്യണം. 5 കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം, 5 കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. നമുക്കൊന്ന് കേട്ടാലോ പഠിച്ചാലോ? ഇൻഷാ അല്ലാഹ് നമുക്കതിലേക്ക് വരാം. റബീഉൽ അവ്വൽ മാസത്തിൻ്റെ പുണ്യദിനങ്ങൾ സാധാരണ നമ്മൾ എല്ലാ ദിവസവും പ്രത്യേകിച്ച് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ യാസീൻ ഓതുന്നവരാണ്, സൂറത്തുൽ മുൽക്കും വാക്കിയൊക്കെ ഓതുന്നവരാണ്. പക്ഷേ ഈ റബീഉൽ അവ്വൽ മാസത്തിലാകുമ്പോൾ പലപ്പോഴും ഈ യാസീൻ ഓത്തൊക്കെ മുറിഞ്ഞു പോകുന്നുണ്ടോ എന്നൊരു സംശയം. കാരണം റബീഉൽ അവ്വൽ മാസത്തിൽ എല്ലാ ദിവസവും നമ്മൾ മഗ്രിബിന് ശേഷം മൗലിദ് ഓതുന്നത് കൊണ്ട് എല്ലാവരും മൗലിദ് ഓതി ചിരണിയും കഴിച്ചു പോകും. ആ പതിവായി ഓതി വരുന്ന യാസീൻ പലപ്പോഴും വിട്ടുപോകാറുണ്ട്. അത് പാടില്ല. റബീഉൽ അവ്വൽ മാസത്തിൽ ആദ്യമായി നമ്മൾ ചെയ്തിരിക്കേണ്ട, നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് മഗ്രിബിന് ശേഷമുള്ള യാസീൻ പാരായണം. അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിയൊക്കെ നമ്മൾ സ്ഥിരമായി ഓതുന്നവരാണെങ്കിൽ റബീഉൽ അവ്വൽ മാസത്തിൽ എന്തായാലും ഓതിയിരിക്കണം. പലരും അതൊക്കെ വിട്ടുപോകുന്നു, അല്ലെങ്കിൽ എന്താണ് ഓതുന്നില്ല. അങ്ങനെയാവില്ല. മഗ്രിബ് കഴിഞ്ഞ് പള്ളിയിൽ മൗലൂദ് ഉണ്ടാകും, മൗലൂദും കഴിച്ച് പിന്നെ ചിരണിയൊക്കെ കഴിച്ചു പോരും. അങ്ങനെയല്ല,
നമ്മൾ സ്ഥിരമായി ഓതുന്ന യാസീൻ അത് വിട്ടുപോകാൻ പാടില്ല. പ്രത്യേകിച്ച് ഉമ്മമാര് അത് യാസീൻ ഇനി മഗ്രിബ് കഴിഞ്ഞ് ഓതാൻ പറ്റുന്നില്ലെങ്കിൽ സുബഹി കഴിഞ്ഞാണെങ്കിലും ഉമ്മാക്കും വാപ്പാക്കൊക്കെ വേണ്ടി ചിലപ്പോൾ സ്ഥിരമായി ഓതുന്ന യാസീൻ ഉണ്ടാകും, അത് വിട്ടുപോകാൻ പാടില്ല കേട്ടോ. നമ്മൾ സ്ഥിരമായി ഓതുന്ന നമ്മുടെ വിശുദ്ധമായ ഖുർആൻ പാരായണങ്ങൾ വിട്ടുപോകാൻ പാടില്ല. രണ്ടാമത്തേത്, നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ അതൊരു വലിയ അനുഗ്രഹമല്ലേ, അല്ലേ? വീട് വലിയ അനുഗ്രഹമാണ്. ആ വീട്ടിൽ ബറക്കത്തുണ്ടാവണം, ഐശ്വര്യമുണ്ടാവണം, ഞാനും നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. അപ്പം നമ്മുടെ വീട്ടിൽ അള്ളാഹുവിനെ നമ്മൾ എത്രമാത്രം ഓർക്കുന്നുവോ അത്രമാത്രം അള്ളാഹുവിൻ്റെ വലിയ സഹായവും ബറക്കത്തും റഹ്മത്തും കാരുണ്യവും ഇറങ്ങുമെന്നാണ്. അള്ളാഹുവിനെ ഓർക്കുന്നതിൽ ഏറ്റവും വലിയ കാര്യം അത് നിസ്കാരമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ, ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ചെയ്തിരിക്കേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ നമസ്കാരങ്ങൾ കൃത്യമാക്കുക. നമസ്കാരങ്ങൾ കൃത്യസമയത്ത് തന്നെ ഖളാ ആക്കാതെ തന്നെ നമ്മൾ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം. മഗ്രിബ് നമസ്കാരം ഒരു കാരണവശാലും സമയത്ത് തൊട്ട് പിന്തിപ്പിക്കാനും നമ്മൾ നിൽക്കരുത്. കാരണം മുത്തുനബിയെ നമ്മൾ സ്നേഹിക്കുന്നു, മൗലിദ് ഓതുന്നു, സ്വലാത്ത് ചൊല്ലുന്നു. പക്ഷേ നബിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എന്താണ്? ഉമ്മത്തീങ്ങളായ നമ്മൾ നിസ്കാരം കൃത്യസമയത്ത് നിസ്കരിക്കണം എന്നതാണ്. നബിതങ്ങൾ വഫാത്താകുന്ന സമയത്ത് നബിതങ്ങൾ പറഞ്ഞത് ഉമ്മത്തി അസ്വലാ അസ്വലാ, എൻ്റെ ഉമ്മത്തീങ്ങളെ, എൻ്റെ സമുദായമേ, നിസ്കാരത്തിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ആ ഒരു വാക്ക് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുന്നത്. മരണത്തിൻ്റെ വേദന അനുഭവിച്ച ആ സമയത്ത് പോലും റസൂലുള്ളാഹി തങ്ങൾ നമ്മളോട് പറഞ്ഞത് നിസ്കാരത്തിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ റബീഉൽ അവ്വൽ മാസത്തിൽ എന്നല്ല ഒരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് നമ്മൾ പറഞ്ഞു. എന്ത്? എല്ലാ ദിവസവും നമ്മൾ സ്ഥിരമായി ഓതി വരുന്ന സൂറത്ത് യാസീൻ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിഅ, സൂറത്തുർ റഹ്മാൻ അല്ലെങ്കിൽ മറ്റു സൂറത്തുകൾ, ഔറാദുകൾ അത് നിത്യമാക്കാൻ മറന്നു പോകേണ്ട. റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ മുടക്കരുത്. പിന്നെയോ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കാരം കൃത്യമാക്കുന്നവരാവണം. നിസ്കാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഖളാ ആക്കാൻ പാടില്ല. പുരുഷന്മാർ പള്ളിയിൽ തന്നെ പോയി നിസ്കരിക്കുക, ഉമ്മമാർ വീട്ടിൽ തന്നെ കൃത്യമായി നിസ്കരിക്കാൻ നിൽക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, മൗലിദ് ഓതാൻ വിട്ടുപോകണ്ട. മൗലിദ് ഇൻഷാ അല്ലാഹ് നമ്മൾ മറ്റ് മാസങ്ങളിൽ നിന്നും ഇങ്ങനെ എല്ലാ ദിവസവും ഓതുന്ന ഒരു പതിവില്ല. റബീഉൽ അവ്വൽ മാസം 30ഉം മൗലിദ് ഓതുന്ന വീടുകളൊക്കെ കുറവായിരിക്കും, പള്ളികളും കുറവാണ്. റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെയെങ്കിലും നമ്മൾ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള ആ മൗലിദിന്റെ മജ്ലിസ് വീട്ടിൽ പറ്റുമെങ്കിൽ സംഘടിപ്പിക്കുക. വേറെ ആരും വേണ്ട. വീട്ടിൽ എൻ്റെ ഉമ്മമാർ മാത്രമാണെങ്കിൽ നിങ്ങൾ മാത്രം ആ മൗലിദ് കിതാബ് എടുത്തിട്ട്, നിങ്ങളിപ്പോൾ ഫോൺ ഉപയോഗിക്കാൻ അറിയുന്നവരാണെങ്കിൽ ഫോണിൽ തന്നെ ഉണ്ടാകും, മൗലിദ് എടുത്തിട്ട് ഓരോ ദിവസവും ഓരോ ഹിക്കായത്ത്. അൽഹംദുലില്ലാഹ് നമ്മുടെ ചാനലിൽ മൗലിദിന്റെ മജ്ലിസ് ഉണ്ട്, ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. വലിയ സന്തോഷമാണ്. അൽഹംദുലില്ലാഹ് ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ എപ്പോഴും ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ, ആമീൻ. അപ്പോൾ നമ്മൾ എന്താ സ്വന്തമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് മൗലിദ് ഓതിയിട്ട് ദുആ ചെയ്യുക. ഒരു ഹിക്കായത്ത് പതിയെ പതിയെ ഓതുക, അതിനുശേഷമുള്ള ബൈത്ത് ഓതുക, മതി. ഒരു ഹിക്കായത്ത് മതി. നമ്മൾ എന്താണ് ദുആ ചെയ്യുക. അപ്പോൾ ഉമ്മമാർക്കും ഇത് ഓതാം. പിന്നെ പലരും ചോദിച്ചു, ഉസ്താദേ നിസ്കാരമില്ലാത്തപ്പോൾ മൗലിദിന്റെ മജ്ലിസിൽ പങ്കെടുക്കാമോ? പങ്കെടുക്കാം, കുഴപ്പമില്ല. നിങ്ങൾക്കും അതിൻ്റെ ആ ബൈത്തൊക്കെ പാരായണം ചെയ്യാം. ആ ബൈത്തൊന്നും ഖുർആനല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതൊക്കെ പാരായണം ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ വീട്ടിൽ ചെറിയ മക്കളുണ്ടാകും, കുഞ്ഞുമക്കളുണ്ടാകും. ഒരിക്കലും ആ കുഞ്ഞുമക്കളെ നമ്മൾ മഗ്രിബിന് ശേഷം പുറത്തേക്ക് ഇറക്കരുത്. ചെറിയ മക്കളെ മഗ്രിബിന് ശേഷം നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്കൊന്നും ഇറക്കരുത്. കാരണം ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ചില ശൈത്വാന്മാരുണ്ട്, ചില പിശാചുക്കളുണ്ട്. അവർ നമ്മുടെ മക്കളെ ഉപദ്രവിക്കും. എങ്ങനെ ഉപദ്രവിക്കും? അവർക്ക് പല അലർജി രോഗങ്ങൾ ഉണ്ടാവാൻ, അല്ലെങ്കിൽ ഉറക്കത്തിൽ നെട്ടി എഴുന്നേക്കുന്നു. അതൊക്കെ എന്താണ്? ചില പൈശാചികമായ മോശപ്പെട്ട ജിന്നുകളുടെ ഉപദ്രവമാണ്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുമക്കളെ 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സുള്ള മക്കളെയൊന്നും ഒരിക്കലും നമ്മൾ ആ മഗ്രിബിൻ്റെ സമയത്ത്, പ്രത്യേകിച്ച് ഗർഭിണികളായ സഹോദരിമാർ ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടവരല്ല. നമ്മൾ വീട്ടിലോ അല്ലെങ്കിൽ പള്ളിയിലോ ഇരുന്ന് നമ്മൾ എന്താണ് ദിക്ർ ഔറാദുകളൊക്കെ ചൊല്ലേണ്ടവരാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക്, എന്തെങ്കിലും കച്ചവടത്തിനോ മറ്റൊക്കെ ആയിട്ട് നമുക്ക് ആവശ്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം? പുറത്തു പോവാം. അതല്ലാതെ അനാവശ്യമായി പുറത്തിറങ്ങാൻ നിൽക്കണ്ട. പിന്നെ മറ്റൊരു കാര്യമാണ്, നമ്മുടെ വീട്ടിൽ വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനെയൊക്കെ കൃത്യമായ സ്ഥലത്ത് തന്നെ നമ്മൾ, കോഴിയാണെങ്കിൽ കോഴിയുടെ കൂട്ടിൽ, ആടാണെങ്കിൽ എവിടെയാണോ കെട്ടുന്നത് അവിടെ കൊണ്ടുപോയി കൃത്യമായി മഗ്രിബിന് മുമ്പ് തന്നെ കെട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ എല്ലാ മാസവും, ഇത് റബീഉൽ അവ്വലിൽ നിന്നല്ല, എല്ലാ സമയത്തും നമ്മുടെ വീട് ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ നമ്മൾ പറ്റുമെങ്കിൽ നമ്മുടെ വീടിൻ്റെ ജനലൊക്കെ വേഗത്തിൽ തന്നെ അടച്ചിടുക. നമ്മുടെ വാതിലൊക്കെ ഒന്ന് അടച്ചിടൽ, അതൊക്കെ വലിയ ഖൈറാണ്. അടക്കുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള ആ പുണ്യമായ ദിക്ർ പറയാൻ മറന്നു പോവണ്ട. പിന്നെ ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ഒരിക്കലും കിടന്ന് ഉറങ്ങരുത്. പിന്നെ ഇപ്പോൾ ഭയങ്കര തലവേദന, ഭയങ്കര ബുദ്ധിമുട്ട്, ഒന്നൊന്ന് കിടക്കാം, പക്ഷെ ഒന്ന് ഉറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ആ സമയത്തുള്ള ഉറക്കം പൈശാചിക ഉറക്കമാണെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞല്ലോ.
റബീഉൽ അവ്വൽ മാസമാണ്. അൽഹംദുലില്ലാ മൗലിദ് ഓതുക, മാത്രമല്ല നന്മകൾ കൂടുതലായി അധികരിപ്പിക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പെട്ടതാണ് നന്മകൾ കൂടുതലായി അധികരിപ്പിക്കുക. നമ്മൾ നന്മകൾ എന്ന് പറഞ്ഞാൽ ഫർദ് നമസ്കാരം അല്ലേ, നന്മകൾ കൂടുതൽ ചെയ്യുക, പിന്നെ തിന്മകൾ ഉപേക്ഷിക്കുക, ഫർദ് നമസ്കാരം ഖളാ ആക്കാതിരിക്കുക, അതുപോലെ തന്നെ സ്വതക്കകൾ പരമാവധി ചെയ്യുക, ഈ മൗലിദിന്റെ സദസ്സിലേക്കൊക്കെ ചീരന് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക, വിശുദ്ധമായ ഖുർആനിന്റെ പാരായണം, അതുപോലെ നമ്മുടെ ബന്ധങ്ങൾ ചേർക്കുക. ഇപ്പോഴും പിണക്കത്തിലാണെങ്കിൽ ഈ ഓതുന്ന മൗലിദ് കൊണ്ടൊന്നും വലിയ ഗുണമുണ്ടാവില്ല, പിണക്കങ്ങളൊക്കെ മാറ്റുക അല്ലേ. അതുപോലെ തന്നെ രോഗിയായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പോയി ഒന്ന് സന്ദർശിക്കുക, അതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ്. പിന്നെയോ എല്ലാത്തിലും ഉപരിയായി സ്വലാത്ത് അധികരിപ്പിക്കുക അല്ലെ. സ്വലാത്ത്, ഒരുപാട് സ്വലാത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ, ഇബ്രാഹിമിയ സ്വലാത്ത്, പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചൊരു സ്വലാത്തുണ്ട് സ്വലാത്തുൽ ഫിർദൗസി, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അതായത് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ സ്വഹാബിമാർക്കും എന്ത് ഗുണവും രക്ഷയും ഒക്കെ പറയുന്ന ഒരു എല്ലാം ഉൾക്കൊള്ളിട്ടുള്ള ചെറിയൊരു സ്വലാത്ത്, അത് വലിയ പുണ്യമുള്ള സ്വലാത്താണ്. പിന്നെ ഇബ്രാഹിമിയ സ്വലാത്ത്, മറ്റു സ്വലാത്തുകളൊക്കെ പാരായണം ചെയ്യുക. പിന്നെ സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്ത് റബീഉൽ അവ്വൽ മാസത്തിൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ആയത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ്. അതൊരു വലിയ പുണ്യമുള്ള ആയത്താണ്. ഇൻഷാ അല്ലാഹ് അത് പരമാവധി അധികരിപ്പിക്കാൻ ശ്രമിക്കുക. പിന്നെ പറ്റുന്നവർക്ക് സുന്നത്തായ നോമ്പെടുക്കാൻ പുണ്യമായ റബീഉൽ അവ്വൽ മാസമാണ്, ഒരുപാട് നേട്ടങ്ങളുണ്ട്. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ നോമ്പെടുക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ നോമ്പ് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ പരമാവധി സുന്നത്തുകൾ പ്രാവർത്തികമാക്കുക അല്ലെ. ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സുന്നത്തുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ് കഴിക്കുക അല്ലെ. അതുപോലെ തന്നെ വലതു ഭാഗത്ത് നിന്ന് കഴിക്കാൻ തുടങ്ങുക. പാത്രത്തിൽ കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും വീണ് പോയാൽ അതെടുത്ത് പാത്രത്തിലിട്ട് അത് കഴിക്കുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അൽഹംദുലില്ലാ പറയുക. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് വെള്ളം കുടിക്കേണ്ടത്. പക്ഷെ എന്നാലും ഭക്ഷണം കഴിക്കുമ്പോൾ തൊണ്ടയിലൊക്കെ എന്തെങ്കിലും കെട്ടിയാൽ അല്ലെ, ഭക്ഷണം ഇറക്കാൻ പറ്റാതെ വന്നാൽ നമ്മൾ വെള്ളം കുടിക്കും. അപ്പോൾ എന്താണ്, നമ്മൾ ഇടത് കൈ കൊണ്ട് എടുത്ത് കുടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്, അതുണ്ടാവാതിരിക്കുക. നമ്മളെന്താ, കയ്യിൽ ഭക്ഷണമില്ല എങ്കിൽ കൈയൊക്കെ ഒന്ന് ഉറിഞ്ചിയിട്ട് ആ വലത് കൈ കൊണ്ട് തന്നെ എടുത്തിട്ട് വെള്ളം കുടിക്കാനാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയാണ് സുന്നത്തിന്റെ പരിപൂർണമായ കൂലി നമുക്ക് കിട്ടുകയുള്ളൂ. ആ കാര്യം അതൊക്കെ സുന്നത്താണ്. അപ്പോൾ ഗ്ലാസ്സിൽ ചോറാവൂലേ എന്ന്, ആയിക്കോട്ടെ അത് കഴുകിയാൽ പോവില്ലേ, അതും പറഞ്ഞിട്ട് സുന്നത്തിനെ നമ്മൾ നഷ്ടപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? അതുപോലെ തന്നെ ബാത്റൂമിൽ കയറുമ്പോൾ ഒരു സുന്നത്ത്, വീട്ടിൽ കയറുമ്പോൾ വലത് കാലം കൊണ്ട് കയറുക, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടത് കാലം കൊണ്ട് നമ്മൾ ഇറങ്ങുക, ചെരുപ്പ് ധരിക്കുമ്പോൾ വലത് കാല് ധരിക്കുക, തുപ്പുന്ന സമയത്ത് ഇടത്തേക്ക് തുപ്പുക, വലത്തേക്കോ ഫ്രണ്ടിലേക്കൊന്നും തുപ്പാതിരിക്കുക. ഇങ്ങനെ എത്രയോ സുന്നത്തുകളുണ്ട് അല്ലേ, എത്രയോ സുന്നത്തുകൾ. ആ സുന്നത്തുകളൊക്കെ പരമാവധി നമ്മൾ പ്രാവർത്തികമാക്കുക. ഇതൊക്കെ ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ മഗ്‌രിബിന് ശേഷം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, മൊത്തത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു, ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ, ചെയ്യാതെ നമ്മൾ മാറ്റേണ്ട കാര്യങ്ങൾ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു തആല നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ റഹ്മാനെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ക്ലാസ് ഇൻഷാ അല്ലാഹ് അവസാനിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അവസാനത്തിൽ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യമായ മൗലിദ്, നമ്മളിപ്പോൾ മങ്കൂസ് മൗലിദ് ഓതുന്നുണ്ട്. മങ്കൂസ് മൗലിദ്, അതുപോലെ ഷറഫുലന മൗലിദ്, പിന്നെ അഷ്റക ബൈത്ത്, അതുപോലെ തന്നെ സലാം ബൈത്ത്, യാ അക്രമ ബൈത്ത്, അങ്ങനെ ഒരുപാട് നബിതങ്ങളുടെ മദ്ഹുകളായിട്ട് ഒരുപാട് കാവ്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കിന്ന് യാ അക്രമ ബൈത്തിൻ്റെ ഏതാനും ചില വരികൾ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പാരായണം ചെയ്യാം. എല്ലാവരും ഒന്നിച്ച് ഓദിക്കോ കേട്ടോ. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കാം, ഒരുപാട് നബിതങ്ങളുടെ ഓരോ വിശേഷണങ്ങൾ പറഞ്ഞ് നബിയെ പുകഴ്ത്തിയിട്ട് മഹത്തുക്കളായ ആളുകൾ രചിച്ച ഒരു ബൈത്താണ് യാ അക്രമ ബൈത്ത്. അതിൻ്റെ ഏതാനും ചില വരികൾ ഇൻഷാ അല്ലാഹ് ഒരു ബറക്കത്തിന് വേണ്ടി നമുക്ക് ഒന്ന് ഓതാം, നമുക്ക് പാരായണം ചെയ്യാം, നമുക്ക് ഒന്നിച്ച് ബൈത്ത് ആലപിക്കാം. നിങ്ങൾ ഒന്നിച്ച് ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ജവാബ് പറയുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أكرم الخلق ما لمن ألوذ به سواك عند حلول الحادث العميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يليك رسول الله جاهك بي إذا الكريم تحلى باسم منتقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها
ومن علومك علم اللوح والقلم صل مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنتي من زلة عظمات إن الكبائر في الغفران كاللمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അൽഹംദുലില്ലാ. മതി. ഒരു ബറക്കത്തിന് വേണ്ടി നമ്മൾ 3-4 വരി ആ അക്രമം ചൊല്ലിയിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് ബറക്കത്തിന് നാളെ ചൊല്ലാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ ഒരുപാട് കണ്ടു പറയാൻ, ആ മുത്തു റസൂലിനെ ജീവിതത്തിൽ ഒരുപാട് കണ്ട് ഇഷ്ടപ്പെടാൻ, സ്നേഹിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ശഫാഅത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ റബ്ബ് തൗഫീഖ് തരുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി എല്ലാ കാര്യങ്ങളും നമ്മൾ ദുആ ചെയ്യും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ഖബൂലാക്കട്ടെ. നമ്മുടെ ആഖിറം അല്ലാഹു തആല വെളിച്ചമാക്കി തരട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരട്ടെ. എല്ലാ വിഷമ പ്രയാസങ്ങളും അല്ലാഹു തആല മാറ്റി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.